ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു അംബ്രല്ല കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോട്ടം പാർട്ടിൻ്റെ എങ്ങനെയാണുള്ളത് ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. എനിക്കിതിൽ കാണിക്കാൻ കുറച്ച് ക്യാമറ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. ഇത് നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്ക് 9.25 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ ടേപ്പ് എടുത്തിട്ട് വേണേൽ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മുകളിൽ നമ്മൾ 9.25 എടുത്ത് തൊട്ടിട്ട് താഴോട്ടേക്ക് ഞാൻ 32.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ 32.5 ഇഞ്ച് നമുക്ക് അവിടേക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 3 മീറ്റർ ബോട്ടം പാർട്ടിനും 1 മീറ്റർ ടോപ്പ് പാർട്ടിനുമാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് എടുത്തത് 4 മീറ്ററും നെറ്റ് എടുത്തത് 4.5 മീറ്ററുമാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ ആദ്യം താഴത്തെ പോർഷനാണ് കട്ട് ചെയ്തത്, പേപ്പർ ആയതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മുകളിലത്തെ പോർഷൻ തന്നെയാണ് ഫസ്റ്റ് കട്ട് ചെയ്തത്. മുകളിലത്തെ പോർഷൻ അതായത് 9.5 ഇഞ്ചിൻ്റെയാണ് 9.25 ഇഞ്ചിൻ്റെയാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തത്. ഇത് പിന്നെയാണ് 32.5 ഇഞ്ചിൻ്റെത് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ടോപ്പ് ലെങ്ത്തിൻ്റെത് ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 8 ഇഞ്ച് എടുത്തു. ആം ഹോൾ ഞാൻ 8.5 ഇഞ്ചാണ് കൊടുത്തത്. 8.5 ഇഞ്ച് 8.75 ഇഞ്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തത്. അതെനിക്ക് കറക്റ്റ് ആവാറുണ്ട്. അങ്ങനെ നമ്മൾ അതും കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചെസ്റ്റ് സൈസ് നോക്കാം. എനിക്ക് 9.5 മതി, ഞാൻ 10 എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ലൈന് വരച്ചെടുക്കണം. ഇനി ഞാൻ ടോട്ടൽ ലെങ്ത് ആണ് എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് 15 ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അടിയിൽ നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നെറ്റിൽ വരച്ചാൽ അധികം അങ്ങനെ വരില്ലാത്തതുകൊണ്ട് അടിയിൽ മടക്കി വെച്ചതാണ്. 2 ഫോൾഡ് തന്നെയായിട്ട് മടക്കി വെച്ചത് തന്നെയാണ്. ഇനി നമുക്ക് 9.5 ആണ് ഞാൻ അവിടെ എടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. കാരണം അടിയത്തെ ആയതുകൊണ്ട് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 9.5 എന്ന് 2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11.5 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 1.5 ഇഞ്ചാണ് ആം ഹോളിന് എടുത്തത്. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെറ്റുണ്ട് അടിയിൽ. അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബാക്ക് ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല, ഇതന്നെ സെയിം ആണ് ഞാൻ ബാക്ക് ഭാഗവും ചെയ്തത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്ക് ഞാൻ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് സ്ക്വയർ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൗണ്ടായിരുന്നു ആദ്യം കൊടുത്തത്. ഞാൻ വിചാരിച്ചു സ്ക്വയർ മതിയെന്ന്. സ്ക്വയറാണ് കുറച്ചുകൂടി മാച്ച് ആവുന്നത് അതിന്. ഞാൻ സ്ക്വയർ കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് എനിക്ക് സ്ക്വയർ കൊടുത്തപ്പോൾ കിട്ടിയത്. ആ ബാക്ക് അടിയത്തെ വശമൊക്കെ എനിക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതും അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റേ ജോയിൻ ചെയ്ത് കൊടുക്കണം. ആ സൈഡും ഈ സൈഡും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡ് നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്ലീവ് നല്ല വശം നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബോട്ടം പാർട്ടാണ് ചെയ്യേണ്ടത്. ബോട്ടം പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതേ രീതിയിൽ തന്നെ നല്ല വശവും നല്ല വശവും നെറ്റ് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലൊന്ന് നോട്ടിട്ട് കൊടുക്കണം, കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇട്ടത്. എന്നോട് മറ്റേത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ മടക്കി അടിച്ചിട്ടും കൂടി ഉണ്ട്, ലാസ്റ്റ് അടിയിലേക്ക് മടക്കി അടിച്ചിട്ടും കൂടി ഉണ്ട്. സ്ലീവ് ഇതാ ഇപ്പറയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.